നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് വരുന്നുണ്ട്. പൊതുമേഖലയോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ 5000 കോടി രൂപ കേരളത്തിൽ നിക്ഷേപിക്കാൻ വിവിധ അസോസിയേഷനുകൾ എല്ലാം തയ്യാറായിട്ടുണ്ട്. 10000 കോടിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 5000 കോടി രൂപ ഈ മേഖലയിൽ മുടക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഗവൺമെൻറ് പൊതുമേഖലയിൽ ഇപ്പോൾ 1700 കോടി രൂപ സ്പോർട്സിന് വേണ്ടി കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ 5000 നമുക്ക് ഓഫറുകളുണ്ട്. ഈ സമിറ്റോട് കൂടി ഇനി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് 10000 കോടി വരെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കേരളം ഒരു സംശയം വേണ്ട, സ്പോർട്സിൽ സൂപ്പർ പവർ തന്നെയാണ്. ഈ 10000 കോടി നിക്ഷേപമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ 5000 കോടിയുടെ MOUകൾ ഏകദേശം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ് ഈ സ്പോർട്സ് സമിതിയിലൂടെ വരുന്നത്. ഒന്ന് മൈക്രോ ലെവൽ സ്പോർട്സ്, ഈ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ മേഖലയുടെ പഠനം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതുതായി വരുമ്പോൾ പോകുന്ന 5 തരം കോഴ്സുകൾ, സ്പോർട്സ് മാനേജ്മെൻറ്റ് അടക്കമുള്ള കോഴ്സുകൾക്ക് ഇതിലൂടെ തുടക്കം കുറിക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന രാജ്യങ്ങൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് കായിക മേഖലയിലെ സമ്പദ്ഘടന എന്നുള്ള ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ GDPയിൽ നമ്മുടെ പങ്ക് ഇത് നല്ല രീതിയിൽ നടപ്പിലാക്കിയാൽ 5% വരെ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ 1% നമ്മുടെ GDPയിൽ നമ്മുടെ കായിക മേഖലയിലെ സംഭാവന. ഒരു സംസ്ഥാനത്ത് 5% GDPയിലേക്ക് സ്പോർട്സിൽ നിന്നുള്ള വരുമാനം വരിക, അല്ലെങ്കിൽ നമ്മുടെ സംഭാവന വരിക എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടക്കുന്ന ഒരു ധന മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാഗതം ചെയ്യുന്നൊരു കാര്യമാണ്.